വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതിലേറ്റവും വലുത് സ്നേഹമാണ്. നിലനിൽക്കുന്ന 3 എണ്ണേ ഉള്ളൂ. എന്തുവാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് പ്രെയർ ഹോളായിട്ട് പണിതതാണ്. നിലനിൽക്കുമോ? കാളൂതുമ്പോൾ എന്ത് ചെയ്യും? തകർന്നു പോകുന്നേ. ഒരു ബിൽഡിങ്ങും നിലനിൽക്കത്തില്ല, ഒരു ലോകത്തിലെ പണിയും നിലനിൽക്കത്തില്ല, നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയും നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്ന 3 എണ്ണം മാത്രമേ ഉള്ളൂ. വചനം എന്തോ പറയുന്നത്? വിശ്വാസം. ഈ നിലനിൽക്കാത്തതിന് വേണ്ടി എന്തിനാ ഒത്തിരി മനസ്സങ്ങോട്ടിട്ട്? ഇവിടുത്തെ സമ്പത്ത് നിലനിൽക്കത്തില്ല, ആരോഗ്യം നിലനിൽക്കത്തില്ല, ഈ ശരീരം നിലനിൽക്കത്തില്ല. പുറമേയുള്ള ശരീരം, അഹമയുള്ള ശരീരം മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ അവിടെ ഞങ്ങൾ ഇന്നലെയും പോയി, മിനിഞ്ഞാന്ന് പോയി, വീട്ടിൽ നിന്ന് പോയി അവർ ഒരു 6 പേപ്പർ ഗ്ലാസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചോണ്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് ബ്രോഡ്വേ പോയാൽ ഇത് വില കുറച്ച് കിട്ടും. കാര്യം വേറെ ഒന്നുമല്ല, ഒരു പ്രാവശ്യം കുടിക്കാനേ ഉള്ളൂ. ദൈവമക്കളാണെങ്കിൽ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഓരോ വട്ടം കുടിച്ചിട്ടും കളയുക. ചൂടുവെള്ളമൊക്കെ എടുക്കാൻ 2 ഗ്ലാസ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്തുവാ, ഇതുപോലാണോ ഇവിടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ തിരുവത്താഴത്തിൻ്റെ ഈ ജഗ്? ഗ്ലാസ് അല്ല, ഇത് ക്രിസ്റ്റലാണ്. 1 മാസത്തെ ശമ്പളം ഉണ്ട് അതിൻ്റെ വില. അന്നത്തെ വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ അത്രയും വിലയുള്ള സാധനമാണ്. അപ്പം ഈ ക്രിസ്റ്റൽ, ഇവിടെ നിങ്ങൾ ചെന്ന ലൂലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് ഉണ്ട്, അതിൻ്റെ ക്രിസ്റ്റലിൻ്റെ ചില ഏരിയ ഉണ്ട്. അപ്പം ഈ വിലയുള്ള ക്രിസ്റ്റൽ ഗ്ലാസ്സിന് ഞാനിവിടെ നാട്ടിൽ തന്നെ ലൂലു നോക്കിയപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ക്രിസ്റ്റൽ ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ്സിന് 2500 രൂപയാണ്. ഏറ്റവും ഒരു ഡിസൈനൊന്നും ഇല്ലാത്ത, ഗ്ലാസ് കട്ടല്ല, ജസ്റ്റ് ഡിസൈനൊന്നും ഇല്ലാത്ത ക്രിസ്റ്റൽ ഗ്ലാസ്സിന് 2500 രൂപ അവിടെ ലൂലുള്ളൂ. വിദേശത്തും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രാൻസിലുള്ള ഇത് അക്രോപാലോ അങ്ങനെയൊക്കെയുള്ള കമ്പനീസിന്, അപ്പോൾ ഫ്രാൻസിലൊക്കെയുള്ള ഓരോ കമ്പനീസിന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഈ വിലയുള്ള ഒരു സാധനം, ഒരു ഗ്ലാസ് സൂക്ഷിക്കുന്ന പോലൊന്നും അല്ല ഈ പേപ്പർ ഗ്ലാസ്. നമ്മളെങ്ങനെയാണ് ഇത് ഉപയോഗിച്ചു? കാര്യം ഡിസ്പോസിബിളാണ്, അത് താൽക്കാലികമാണ്. അത് ഉപയോഗിച്ച് കുടിച്ചു, നമ്മൾ ചുളുക്കി കളഞ്ഞു. നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങൾ എന്തുവാണ്? താൽക്കാലികമാണ്. കുടുംബ ബന്ധം പോലും എന്തുവാണ്? ഭാര്യ ഭർത്താവ് മക്കളുമായിട്ടുള്ള ബന്ധം എന്തുവാണ്? പറയാൻ വിഷമമാണ്, പക്ഷെ പറഞ്ഞോ, അതിന് പവറൊന്നും ഇല്ലായിരുന്നു പറഞ്ഞപ്പം. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ് പറയുന്നു താൽക്കാലികമാ. യേശുവുമായിട്ടുള്ള ബന്ധവും നമ്മുടെ നിത്യഭവനവുമായിട്ടുള്ള ബന്ധം എന്തുവാ? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ സ്വന്തം വീടായിരിക്കും, ഇന്ന് താമസിക്കുന്നിടത്ത് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വർഷം കഴിഞ്ഞ് താമസിക്കുന്നത്. ഇന്നായിരിക്കുന്ന ദേശത്തായിരിക്കത്തില്ല നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ആയിത്തീരുന്നത്. എത്ര ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കർത്താവാണ് തീരുമാനിക്കുന്നത്. കർത്താവ് തീരുമാനിക്കട്ടെ, കർത്താവിൻ്റെ തീരുമാനം ഏറ്റവും ശ്രേഷ്ഠമല്ലേ.